ഓക്കെ, സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു അവാർഡ് മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിൽ MSME എക്സലൻസ് അവാർഡ് 2024 കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സോ ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വന്നത്. നിങ്ങളടുത്ത് ആദ്യം ഒരു വലിയ നന്ദി പറയുന്നതാണ്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി. സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു 33 വയസ്സ് കഴിഞ്ഞു. ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു 5 പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ആരും ഇന്നേ വരെ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്യൂ അല്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പേര് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും. ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറയുകയും ചെയ്തത്. ഓക്കെ, അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു സാധാ മനുഷ്യനാണ്. ഞാൻ മഹാത്മാഗാന്ധി ആണെന്നോ പുണ്യാളനാണെന്നോ ഒന്നും ഞാൻ ഒരു സ്ഥലത്തും ഒരു പലയിടത്തും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെൻറ്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇൻ്റർവ്യൂവിലുള്ള കാര്യങ്ങളാണ്. അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മെയിനായിട്ടുള്ള 2 പേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻ്റർവ്യൂ ചെയ്ത മെയിനായിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫ്യൂസ് ചെയ്ത് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല. എന്നും പറഞ്ഞാൽ അവർ പുണ്യാളന്മാരും അല്ല. മനസ്സിലായില്ലേ? ആരും പെർഫെക്റ്റും അല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. മനസ്സിലായില്ല? ആ ഇൻ്റർവ്യൂ ചെയ്തതും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ? കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റോ വെക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഓക്കെ, ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, ഒന്നും മറക്കത്തില്ല. പക്ഷേ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ, എൻ്റെ വഴിയിലേക്ക് അവർ വരെയും വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട്. സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുന്ന 1.5 വർഷം ഞാൻ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും ചീത്തവിളിയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻസ് ആയിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ്. എന്നെ പറഞ്ഞോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചോ, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഗുരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാതെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിൽ ഒന്നിലും ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തില്ല. ആരുടെ ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നുമില്ല, കോൺടാക്റ്റും ചെയ്തില്ല. അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല, അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കുക. പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസിയറായിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പിന്നെ എന്തെങ്കിലും ചോദിച്ചു നിങ്ങളോട് സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഡോക്ടറുടെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു അല്ല, ഞാൻ പറഞ്ഞില്ല, എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യമൊന്നും പോലും അറിയാതെ 1 വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ്. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇത്രയും നാൾ ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു? അവർ തന്നെ വന്ന് മാറ്റി പറയുന്നു. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട്. ഇപ്പോൾ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്ത് ചെയ്യാവൂ, ഇട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് ഇട്ട് കൊടുക്കല്ലേ ചെയ്തത്. പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് എങ്ങനെ സ്റ്റഡി ഇപ്പം ഷദ്ദിലിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇത്രയും മാസങ്ങൾക്ക് ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറയും. അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡീഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ട് ഏജന്റ് ആയിരുന്നു. മനസ്സിലായി? സീക്രട്ട് ഏജന്റ് തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ
ലൈഫാണ്, മനസ്സിലായി, എൻ്റെ ഒരു കരിയറാണ്. ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു. അതേപോലെ എന്ത് ചെയ്തു, കാലം തെളിയിച്ചു. 1.5 വർഷം എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക, ഇപ്പം നിങ്ങളെ ഒരു ബ്രദർ ആണെങ്കിൽ എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നോക്കി കണ്ട് മാത്രം ചെയ്യുക.